ജീസസ് ദ സിഇഒയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെ ഈ ഒരു പടികൾ കയറി വന്നു എന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്നെ കൈപിടിച്ച് നടത്തിയ ഒരു വലിയൊരു അനുഭവം, പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് എന്നുള്ള ഒരു വലിയൊരു അടിത്തറ, ശക്തമായൊരു അടിത്തറ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വീട്ടിലെ അന്തരീക്ഷം, വീട്ടിലെ പ്രാർത്ഥന, പള്ളിയിൽ പോകുമ്പോൾ അവിടുത്തെ പ്രാർത്ഥനയും കുർബാനയും പ്രവർത്തനങ്ങളുമായിട്ടുള്ള അവൻ യഥാർത്ഥ ജ്ഞാനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇമ്മച്ചുറാണ് പോരാ. പിന്നെ എന്തുകൊണ്ട് ഇവന് സ്കൂളിൽ ഇത്രയും പഠിച്ചിട്ടും ഈ വ്യക്തിത്വം ഇത്രയും വളർന്നില്ലല്ലോ എന്ന് നമുക്ക് സിമ്പതി മാത്രമേ തോന്നുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ അതിഥി MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം. സാറിൻ്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഭാര്യ ഡോക്ടർ ലിസി ജോസഫ്, മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മലയാള വിഭാഗത്തിൽ അധ്യാപികം, റിസർച്ച് ഗൈഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു. പിന്നീട് ഉള്ളത് ഞങ്ങൾക്കൊരു മോനാണുള്ളത്. മോന് ചെന്നൈയിൽ പഠിക്കുകയാണ്. ചെന്നൈയിലെ AIT കോളേജിൽ BSc വിഷ്വൽ സയൻസ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലും അവൻ്റെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് ഇത്രയും ആളുകളടങ്ങിയതാണ് എൻ്റെ കുടുംബം. ഇനി മാഡത്തോടൊരു ചോദ്യം തന്നെയാവട്ടെ. ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ എന്ന MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഒരച്ഛൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ എങ്ങനെയാണ് വീട്ടിൽ ഒരച്ഛൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ ഡോക്ടർ ബാബു സെബാസ്റ്റ്യന് മാഡം എത്ര മാർക്ക് കൊടുക്കും? ഞാൻ 95 മാർക്ക് കൊടുക്കും. ഒന്ന് വിശദമാക്കാമോ? ഞാൻ കല്യാണം കഴിച്ചു വരുന്ന സമയത്ത് തൊട്ട് തന്നെ ഒരു സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും നോക്കാനൊന്നും സമയം കിട്ടാറില്ല. പക്ഷേ അതുകൊണ്ട് അന്ന് തൊട്ടേ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതായിരിക്കാം. എനിക്കതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ അദ്ദേഹം ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം അദ്ദേഹം വിജയം വരിക്കാറുണ്ട്. അങ്ങനെ വിജയം വരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനതിൽ തൃപ്തിയാണ്. അദ്ദേഹം കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലത്തിൽ കൂടുതൽ സമർത്ഥനും കൂടുതൽ പ്രസിദ്ധനും ഒക്കെ ആയിത്തീരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ആ നിലയിൽ എനിക്ക് ബാബു സെബാസ്റ്റ്യൻ എന്ന ഭർത്താവിനെ ഞാൻ 95% മാർക്ക് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കും. 5% നമ്മൾ ഈ പണ്ടുള്ളവർ പറയാറില്ലേ, ചട്ടിയും കലമൊക്കെ ആകുമ്പോൾ തട്ടിമുട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തട്ടിമുട്ടിയിരിക്കുന്നത് കൊണ്ട് ഞാൻ 5% കുറച്ചതാണ്. അല്ലാതെ അതിനകത്തൊരു പൂർണ്ണത കുറവ് എന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ എന്ന നിലയിൽ മകൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരുപാട് സമയമൊന്നും കിട്ടാറില്ല. അവനെ നോക്കുന്നതൊക്കെ ഞാനായിരുന്നു കൊച്ചിയിലെയൊക്കെ. പക്ഷേ അതൊന്നും അദ്ദേഹത്തിൻ്റെ സാമർഥ്യം തെളിയിക്കേണ്ട സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം ഒരു നല്ല സമർത്ഥനായ ഒരു വ്യക്തിയായിട്ടാണ് നിലനിന്നത്, അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധിയിലും അദ്ദേഹത്തിൻ്റെ ജോലി നല്ല ഉത്തരവാദിത്തോടു കൂടി ചെയ്യുന്നതിലുമൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മേലിലും അദ്ദേഹം ഇതിന് കഴിഞ്ഞ് വലിയ ആളായിത്തീരണമെന്നാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഇതേ ചോദ്യം തന്നെ ഞാൻ സാറിനോടൊന്ന് തിരിച്ചു ചോദിക്കുകയാണ്. ഏതൊരു പുരുഷൻ്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും. മാഡം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, മാഡം സാറിന് നല്ല സപ്പോർട്ടാണ് തരുന്നത്. ആ സപ്പോർട്ടിനെ, അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിൽ സാർ മാഡത്തിന് എത്ര മാർക്ക് കൊടുക്കും? ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ ലിസിക്ക് 100-ൽ 101 മാർക്ക് ആണ് കൊടുക്കുന്നത്. കാരണം ഞങ്ങളുടെ വിവാഹ സമയത്ത് ഞാൻ വെറും MA പഠിച്ചതിന് ശേഷം സെൻറ് തോമസ് കോളേജിൽ അധ്യാപകനായിട്ട് ജോലി നോക്കുകയാണ്. PhDക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വെറും MAക്കാരനായിട്ടാണ് സത്യത്തിൽ ഞങ്ങളുടെ ഒരു കുടുംബജീവിതം ഞങ്ങൾ ആരംഭിച്ചത്. പിന്നീട് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ PhD പൂർത്തിയാക്കുന്നു. അപ്പോൾ അതിന് വലിയൊരു സപ്പോർട്ട്, പിന്തുണ ഉണ്ട്. അപ്പോൾ ഏതു സമയത്തും മറ്റ് പ്രവർത്തനങ്ങളുടെ പിന്നാലെ പോകുന്നതിനുള്ള ഒരു ബലം എന്ന് പറയുന്നത്, ഞാൻ മറ്റു പ്രവർത്തനങ്ങളുടെ പിന്നാലെ പോയാലും വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. പിന്നീട് പ്രോത്സാഹനമാണ്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, എൻ്റെ പഠനങ്ങളിൽ
വിവാഹത്തിന് ശേഷമുള്ള പഠനങ്ങളിൽ സത്യത്തിൽ വിവാഹത്തിന് മുമ്പുള്ള പഠനങ്ങളെക്കാൾ പ്രധാനപ്പെട്ട പഠനങ്ങൾ വിവാഹത്തിന് ശേഷമായിരുന്നു. PhD ഡോക്ടറേറ്റ് എടുക്കുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും. പിന്നീട് നമ്മൾ മാനേജ്മെൻറ്റിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ MBA എടുക്കുന്നു. അത് കഴിഞ്ഞ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫോറിൻ ട്രേഡ് MFT മാസ്റ്റർ ചെയ്യുന്നു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് PGDCA പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കുന്നു. അപ്പോൾ ഈ പഠനങ്ങളെല്ലാം നടത്തുമ്പോഴും സത്യത്തിൽ ഇതിൻ്റെ ഒരു പ്രോത്സാഹനം ലിസിയുടെ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ 2003 ഗവൺമെൻറ്റിലേക്ക് പോകാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടുമ്പോഴും വളരെ കംഫർട്ട് സോണിലാണ്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ കോളേജിലേക്ക് എനിക്ക് 5 മിനിറ്റ് കൊണ്ട് ഡ്രൈവ് ചെയ്തെത്താവുന്ന അകലത്തിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഞങ്ങൾ വളരെ കംഫർട്ടായിട്ട് മോനുമുണ്ട്, ഭാര്യയുമുണ്ട്. ഇങ്ങനെ കഴിയുമ്പോഴും ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം. അപ്പോൾ സത്യത്തിൽ ഈ ഫാമിലിയിലൊരു ഞങ്ങൾ രണ്ടുപേരും സത്യത്തിലൊരു 2 സ്ഥലത്തേക്ക് ആവുകയാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോഴും സത്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഊർജ്ജവും പിന്തുണയും പ്രോത്സാഹനവും നൽകിയത് മറ്റൊരു തൊഴിൽ മേഖലയിലേക്ക് പോകുന്നു. ഒരു കോളേജിൽ അധ്യാപകനായിട്ട് നിൽക്കുന്നു, റിസർച്ച് ഗൈഡായിട്ട് നിൽക്കുന്ന 5-6 PhD പ്രൊഡ്യൂസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റിൻ്റെ മൊത്തം എഡ്യൂക്കേഷൻ ടെക്നോളജി IT എഡ്യൂക്കേഷൻ്റെ ചാർജ് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചാർജ് എടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രോത്സാഹനം, ഇവിടുന്ന് പറഞ്ഞയക്കുന്നതിന് കാണിച്ച ഒരു സന്മനസ്, അത് ഒരു ഭർത്താവിൻ്റെ ഒരു ഉയർച്ച അതിൽ ഭാര്യയുടെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷനുണ്ട്. പിന്നീട് വന്ന 11 വർഷക്കാലം സത്യത്തിൽ സ്റ്റേറ്റ് ഓപ്പൺ സ്കൂളിൻ്റെ ചാർജ് ഡയറക്ടർ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ ഡയറക്ടർ, IT സ്കൂളിൻ്റെ ഡയറക്ടർ, വിക്ടേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഭയങ്കരമായ ഉത്തരവാദിത്തങ്ങളാണ്. ഈ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ തന്നെ പലപ്പോഴും നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെല്ലുവിളികളും നിരാശാജനകമായ അനുഭവങ്ങളും പ്രതികൂല അനുഭവങ്ങളും ചിലപ്പോൾ കാരണം 19 ലക്ഷം വിദ്യാർത്ഥികൾ, 14,500 സ്കൂളുകൾ, 2.25 ലക്ഷം അധ്യാപകർ, 38 സംഘടനകൾ, അതിനിടയിൽ വരുന്ന ഈ സംഘർഷങ്ങളുണ്ട്, ഏറ്റുമുട്ടലുകൾ വരെയും വരും. ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും പൊളിറ്റിക്കൽ ചേഞ്ചുകൾ. അപ്പോൾ ഈ ഒരു പ്രതിസന്ധികളിലെല്ലാം സത്യത്തിൽ വളരെ ദൃഢനിശ്ചയത്തോടു കൂടി വി ക്യാൻ ആൻഡ് വി വിൽ എന്നുള്ളൊരു ഉറപ്പ് നൽകിക്കൊണ്ടിരുന്ന സത്യത്തിൽ വൈഫാണ്. ഇടയ്ക്ക് സാധാരണഗതിയിൽ ഞങ്ങൾ ഫോൺ വിളിക്കാറുള്ളത് രാവിലെ വിളിച്ചാൽ പിന്നെ പകലാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ ചിലപ്പോൾ പ്രാർത്ഥനയിലൂടെ ആയിരിക്കും. എപ്പോഴൊരു പുറകിൽ നമുക്കൊരു ഊർജ്ജമുണ്ട്. ഇതിനിടയിൽ തന്നെ വീണ്ടും ഒരനുഭവം. 1.5 വർഷം മുമ്പ് MG യൂണിവേഴ്സിറ്റി VC പോസ്റ്റ് വേക്കൻ്റായി ഇടയ്ക്ക് വന്നു. അപ്പോൾ അന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ചിലപ്പോൾ കിട്ടിയേക്കാം, കിട്ടാൻ സാധ്യതയുണ്ട്. പരിഗണിക്കപ്പെടുന്നവരിൽ ഒരാൾ ഞാനുമായിരുന്നു. ഏതായാലും അവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല. അപ്പോൾ കിട്ടിയില്ല, നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. പിന്നീട് നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മൾ നേരത്തെ കാണിച്ച അതേ ആത്മാർത്ഥതയോടുകൂടി എല്ലാ വ്യക്തിബന്ധങ്ങളും നിർത്തിക്കൊണ്ട് പോകുമ്പോഴും ലഭിക്കുമെന്നും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകിയതും ഊർജ്ജം നൽകിയതും വൈഫാണ്. സാരമില്ല, തൽക്കാലത്തേക്കാണ്, നമുക്ക് കിട്ടും. പിന്നെ അതിനും പ്രധാനപ്പെട്ടത് വലിയൊരു പ്രാർത്ഥന. അപ്പം നമ്മളുടെ തൊഴിൽ മേഖലയിൽ നമ്മുടെ വ്യക്തിപരമായ കഴിവുകൊണ്ടല്ല നമ്മൾ പലപ്പോഴും വികസിക്കുക. നമ്മുടെ 50%-ൻ്റെ അടുത്ത 50% വേറെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് എപ്പോഴും എനിക്ക് തോന്നുന്നത് വളരെ അൽഫോൻസാമയുടെ വലിയ ഭക്തയാണ്. ഏത് പ്രതിസന്ധി വരുമ്പോഴും കൊന്ത ജപിച്ച് അതിലൊരു വലിയൊരു ഊർജം, പ്രചോദനം, ശക്തി, ഇതെല്ലാം സത്യത്തിൽ ഭാര്യയുടെ പിന്നിൽ നിന്നുള്ള ഒരു സപ്പോർട്ടാണ് ഇത്രയും ജീവിതത്തിൻ്റെ പടികൾ ചവിട്ടി കയറുന്നതിനും ഇപ്പോൾ ഇരിക്കുന്ന പദവികളിലും എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോഴും അത്താണി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ഷെയർ ചെയ്യുന്നതും വൈഫുമായിട്ടാണ്. അപ്പോൾ അത്തരം ഒരു സപ്പോർട്ട് ആണ് ജീവിതത്തിൽ ഇത്രയും വളർച്ചയ്ക്ക് കാരണം. മുൻപ് ജോലി ചെയ്തിരുന്ന പ്രവർത്തന മേഖല SIT ഡയറക്ടറായിരുന്നു. ആ പ്രവർത്തന കാലഘട്ടം ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ജോലിക്ക് എന്തുമാത്രം സഹായമാകുന്നുണ്ട്? സത്യത്തിൽ 11 വർഷം എനിക്ക് ട്രെയിനിങ് തന്നിരുന്നത് ഈ പദവിയിലേക്കുള്ള നമ്മൾ പറയാറുണ്ട് നമ്മൾ ട്രെയിനിങ് പീരീഡാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 3-4 ഓഫീസുകൾ ഒരേ സമയത്ത് ചെയ്തതുകൊണ്ട് ഒരു വർക്ക് കൾച്ചർ. അപ്പോൾ അത് ഞങ്ങൾ മാതൃകയായിട്ട് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി അബ്രാഹം സാറാണ്, ഡോക്ടർ KM അബ്രാഹം. അപ്പോൾ രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ജോലി നമ്മൾ വിചാരിക്കും ഗവൺമെൻറ് ഓഫീസാണ്, രാവിലെ 10:00-ക്ക് കയറി 11 മണിക്ക് കയറിയും 5 മണിക്ക് തീരും, അല്ലെങ്കിൽ 4:30-ക്ക് തീരും, തോന്നിയ വഴിക്ക് പോകാം.
ഒരിക്കലുമില്ല. കാരണം നമ്മുടെ ജോലി തുടങ്ങുന്നത് 9 മണിക്കാണ്. രാവിലെ 9-ന് കയറിയാൽ നമ്മൾ പുറത്തിറങ്ങുന്നത് പലപ്പോഴും രാത്രി 10 മണിക്കാണ്. അപ്പോൾ അന്നന്നത്തെ ഫയലുകൾ തീർത്ത് അതിനിടയിൽ തന്നെ ഒരു ദിവസം തന്നെ 8-10 മീറ്റിങ്ങും, അതിനിടയിൽ പല സംഘടനകളുമായുള്ള ചർച്ചകളും, ചിലപ്പോൾ ഏറ്റുമുട്ടലുകളും സമരങ്ങളും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു 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 അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ 11 വർഷത്തെ ഗവൺമെൻറ് സർവീസ് നൽകിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഈ കുറച്ചുകൂടെ ഈ വർക്ക് ലോഡിൽ ഒരു 30% യൂണിവേഴ്സിറ്റിക്കകത്തുള്ളൂ. അതൊരു വലിയൊരു ആശ്വാസമാണ്. സാറ് പറഞ്ഞു ഇപ്പോഴത്തെ പുതുതലമുറയെ സാറ് നന്നായി മനസ്സിലാക്കുന്നു, അവർക്ക് വേണ്ട ഒരു 4 കാര്യങ്ങളിലൂടെ ഉപദേശം എന്ന രീതിയിൽ സാറ് കൊടുത്തു. ആ ഒരു പുതുതലമുറ സാറിനോട് ചോദിക്കുകയാണ്, സാർ എന്താണ് ജീവിത വിജയം? അങ്ങനെയെങ്കിൽ സാറിൻ്റെ മറുപടി എന്തായിരിക്കും? സത്യത്തിൽ അതിൻ്റെ അകത്ത് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നടന്നു പോകുന്ന പാതകളെക്കുറിച്ച് ഉള്ള നമുക്കുള്ളൊരു ആത്മസംതൃപ്തിയാണ്. അപ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്യുമ്പോൾ നാളെ ഇന്നലെ ഒരവസരം കൂടെ കിട്ടിയാൽ ഞാൻ ഇന്നത് ചെയ്യുമായിരുന്നുവെന്നും ഒരു നഷ്ടബോധം തോന്നിയാൽ, ഒരു ഇന്നലകൾ എവിടെയോ ചെയ്തപ്പോൾ പാളിപ്പോയി എന്നൊരു തോന്നൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ആണ് ഒരു വിജയത്തിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. 2, പ്രതീക്ഷിക്കാൻ അകലെ എന്തെങ്കിലും ഉണ്ടാവുക. നമ്മുടെ യാത്ര ഈ പോകുന്ന വഴിയിൽ ഇത് വിശ്രമ സ്ഥലമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫെയിലറാവും. അപ്പം വിശ്രമം ഇല്ലാതെ നമ്മൾ ജോലി ചെയ്യുക. അതിലും പ്രധാനപ്പെട്ടത് എന്തു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും നമ്മുടെ മനസ്സിൽ ആ ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു 90% ആ ഉത്തരവാദിത്വത്തിലാണ്. അപ്പോൾ അതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഗവൺമെൻറ്റിൽ ചെന്നും അധ്യാപകനായി നിന്നും നല്ല അധ്യാപകൻ എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം. അപ്പോൾ നമുക്കൊരു കഴിവിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാവും. ഗവൺമെൻറ്റിൽ ചെന്നു അവിടെ ഇരുന്നു കൊണ്ട് കിട്ടാവുന്നത്രയും നോളജ് സമാഹരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ സത്യത്തിൽ കേരളം IT എഡ്യൂക്കേഷൻ്റെ ഒരു അടിത്തറ ശക്തമാണെങ്കിൽ അതിൻ്റെ ഒരു എളിയ സംഭാവന എൻ്റേതുമുണ്ട്. അപ്പോൾ ഞാൻ കോളേജിൽ അന്ന് യൂണിവേഴ്സിറ്റി 2003 ഗവൺമെൻറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് എഡ്യൂക്കേഷണൽ CD എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഗവൺമെൻറ്റിലില്ല. ഒരൊറ്റ CD പോലുമില്ല. ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ കേരളത്തിലെ എല്ലാ ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഞാൻ തന്നെ അവിടെ ഇരുന്ന് പ്രൊഡ്യൂസ് ചെയ്തത് 850 ഡോക്യുമെൻ്ററിയാണ്. 30 മിനിറ്റ് ഇംഗ്ലീഷും 30 മിനിറ്റ് മലയാളവുമുള്ള 850 ഡോക്യുമെൻ്ററീസ് അത്രയും പ്രൊഡ്യൂസ് ചെയ്തു. ആ 10 കൊല്ലം കൊണ്ട് ദൂരദർശനിൽ എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 7 വരെ പ്രോഗ്രാം പ്രസൻറ്റ് ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നമ്മുടെ സെർവറിലേക്ക് ഇൻട്രാക്റ്റീവ് മൾട്ടിമീഡിയ കണ്ടൻറ്റുകൾ ഇന്ത്യയിലാദ്യമായിട്ടാണ് ഓപ്പൺ ആൻഡ് ഫ്രീ ലേണിംഗ് പോർട്ടൽ. ഇതെല്ലാം കേരളത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പം ഒരു പുതിയ അറിവുകൾ വരുന്നു, കാലത്തിനൊപ്പിച്ച് മാറ്റുന്നു. സ്കൂളുകളെ മുഴുവൻ ഒരു നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കിനുള്ള പ്രോജക്റ്റ് അത് നമ്മൾ വരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ, അത് വേറൊരു റെവല്യൂഷണറി ഡിസിഷനായിരുന്നു. ഓരോ സ്ഥലത്തും 10ഉം 150ഉം പടങ്ങൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സ്കീം, ഓൺലൈൻ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പം ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നപ്പോൾ സത്യത്തിൽ പരിശീലനം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ള പരിശീലനം മാത്രമല്ല എനിക്ക് കിട്ടിയത്. ഫയലിനെ സംബന്ധിച്ച് ഒരു പ്രഷറിൽ വർക്ക് ചെയ്യുക, ഒരു കാര്യത്തെ സംബന്ധിച്ച് ചിലപ്പോൾ 3 ശക്തികളുണ്ടെങ്കിൽ 3 വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നമ്മുടേതായ തീരുമാനമെടുക്കുക. കാരണം ഒരു തീരുമാനമെടുത്തിട്ട് നമ്മുടെ ജോലി കളയാൻ നമ്മൾ ശ്രമിക്കുന്നത് ശരിയല്ല. മുകളിൽ നിന്ന് പ്രഷർ വരും, സജഷൻസ് വരും, ചിലപ്പോൾ നല്ല പ്രഷറായിരിക്കും. പക്ഷേ നമ്മൾ അതിനെ അതിജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു മാനേജ്മെൻറ്റ് സ്കില്ലാണ്. അപ്പോൾ അതെപ്പോഴും നമ്മൾ ആക്ട്, സ്റ്റാറ്റ്യൂട്ട്, റൂള്, റെഗുലേഷൻ, അപ്പോൾ അത് മുറുകെ പിടിച്ചുകൊണ്ട് ദെൻ അതർ സജഷൻസ്. അപ്പോൾ നമ്മുടെ അടിത്തറ ശക്തമാണെങ്കിൽ നമുക്ക് എന്തു വന്നാലും നമ്മൾ പരാജയപ്പെടില്ല. അതിനൊപ്പം തന്നെ ഇപ്പം ഞാൻ സത്യത്തിൽ ഗവൺമെൻറ്റിലിരുന്ന എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നിന്നിട്ടാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫയൽ പേപ്പർ സിസ്റ്റം ഞാൻ തിരിച്ചു ഇറങ്ങുമ്പോൾ ITI സ്കൂളിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് സമ്പൂർണ്ണ എന്ന് പറഞ്ഞ ഒരു ഡേറ്റ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ എല്ലാ കുട്ടികളുടെയും ഡേറ്റ കംപ്ലീറ്റ് വിത്ത് UID നമ്പർ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്തു. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് കണ്ടെത്തിയത് 50 ലക്ഷം എന്ന് പറഞ്ഞ കണക്കിൽ നിന്ന് കുട്ടികളുടെ സംഖ്യ കേരളത്തിലെ വിദ്യാഭ്യാസ എയ്ഡഡ് സ്കൂളുകളിൽ 38 ലക്ഷമേ ഉള്ളൂ. 12 ലക്ഷം ഫേക്കായിരുന്നുവെന്നും കണ്ടെത്താൻ സാധിച്ച സത്യത്തിൽ അന്ന് ചെയ്തു കൊടുത്ത ഒരു വർക്കിൻ്റെ ഫലമായിട്ടാണ്.
പല സ്കൂളുകളെയും ഗവൺമെൻറ് ടാർഗറ്റ് ചെയ്ത് പിടിച്ചതും നമ്മുടെ ആ ഒരു വർക്ക്. അപ്പം എന്ത് ചെയ്യണം എന്നുള്ളത് ICT ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സാധ്യതകൾ പൂർണ്ണമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലും ഗവേണൻസും ലേണിങ്ങും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കോൺഫിഡൻസ് എന്തു ചെയ്യണം. സത്യത്തിൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് കിട്ടിയ ട്രെയിനിങ് മാത്രമല്ല, അതിലും ഗിഫ്റ്റ് എന്ന് പറയുന്നത് ന്യൂ ടെക്നോളജിയിൽ ഞാൻ വർക്ക് ചെയ്ത ഫീൽഡിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ 2014 ഞാൻ ഗവൺമെൻറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വരുമ്പോൾ 2003 ഞാൻ ഗവൺമെൻറ്റിൽ ചെല്ലുമ്പോൾ എന്തായിരുന്നു അവസ്ഥ, ആ അവസ്ഥയിലാണ് ഇന്ന് യൂണിവേഴ്സിറ്റി. ഇതിലെനിക്ക് ട്രാക്ക് വളരെ ക്ലിയറാണ്, എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് എൻ്റെ മുമ്പിലുണ്ട്. ആർക്കും ഒരു തരത്തിലും ഇപ്പം വേറൊരു ഇത് വന്നത് ഞാനിപ്പം ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിക്ക് തന്നെ ഒരു 4 ടെറാബൈറ്റിൻ്റെ ഒരു സെർവർ വരുന്നു, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. എല്ലാ കോളേജുകളെയും 4 Mbps-ൻ്റെ ഒരു വെർച്വൽ പ്രൈവറ്റ് ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് കൊണ്ട് 381 അഫിലിയേറ്റഡ് കോളേജുകളെ നമ്മൾ നെറ്റ്വർക്കിൽ ബന്ധിപ്പിക്കുകയാണ്. യൂണിവേഴ്സിറ്റിക്ക് 16 സ്റ്റാറ്റ്യൂട്ടറി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മുഴുവൻ വീഡിയോ കോൺഫറൻസിംഗ് ഫെസിലിറ്റി വെച്ച് ഈ ഒപ്റ്റിക്കൽ കേബിളിലൂടെ എല്ലാ PG ഉള്ള എല്ലാ കോളേജുകളിലും വീഡിയോ കോൺഫറൻസിംഗ് ഫെസിലിറ്റി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ കണ്ടൻറ്റ് മുഴുവൻ BSc ഫിസിക്സ് കെമിസ്ട്രി മുഴുവൻ ഇൻട്രാക്റ്റീവ് മൾട്ടിമീഡിയ കണ്ടൻറ്റ് ആനിമേഷനും ഗ്രാഫിക്സും സിമുലേഷനും വെർച്വൽ ലാബും ചേർത്ത് അപ്ലോഡ് ചെയ്യുകയാണ് സെർവറിലേക്ക്. ഓരോ കോളേജിലും 3-4 വൈഫൈ റൗട്ടേഴ്സ് വെക്കും. അപ്പം എല്ലാ ക്യാമ്പസുകളും മുഴുവൻ വൈഫൈ ക്യാമ്പസായി മാറും. കുട്ടികൾക്ക് മുഴുവൻ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കും. ഡിജിറ്റൽ ഡാറ്റ DDFS ഡിജിറ്റൽ ഡാറ്റ ഫയൽ സിസ്റ്റത്തിലേക്ക് പോയാൽ പേപ്പർലെസ് ആകും യൂണിവേഴ്സിറ്റി. ഈ മാർച്ചോടുകൂടി പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിലൊരു ഇന്നലകളിൽ കിട്ടിയ ഒരു ട്രെയിനിങ്, ഒരു പരിശീലനം, ചെയ്ത ജോലിയിലുള്ള പരിചയം, ഇതെല്ലാം ഈ ഒരു തയ്യാറെടുപ്പിൻ്റെ ഒരു മുൻ മേഖലയിൽ എനിക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട്. സാറ് ഇടയ്ക്ക് പറഞ്ഞു ഡോക്യുമെൻ്ററികൾ, അല്ലെങ്കിൽ മുൻപ് പ്രവർത്തിച്ചപ്പോൾ ഡോക്യുമെൻ്ററികൾ ചെയ്തിട്ടുണ്ട്, ഒപ്പം ഫിലിം ഫെസ്റ്റിവൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ. ഈ പ്രവർത്തനം, സാറിൻ്റെ ഈ പ്രവർത്തന രീതി മകനെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? ഒപ്പം അല്ലെങ്കിൽ മാതാപിതാക്കൾ 2 പേരും കോളേജ് അധ്യാപകർ. സ്വാഭാവികമായും മക്കൾ എത്താൻ സാധ്യതയുള്ള കുറച്ച് തൊഴിൽ മേഖലകളുണ്ട്, വ്യത്യസ്തമായി സഞ്ചരിക്കുന്നവരുണ്ട്. എങ്കിലും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, സിനിമ, ആ ഒരു ഫീൽഡിലേക്ക് എത്താൻ കാരണം എന്താണ്? ഞങ്ങൾ 2 പേരും അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവനെ നിർബന്ധിച്ചില്ല. പഠിക്കുന്ന കാര്യങ്ങളിൽ പഠിക്കണം, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ അവന് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, കമ്പ്യൂട്ടർ വഴങ്ങുമായിരുന്നുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസിന് വിട്ടു. അപ്പോൾ സിനിമ വന്നു, സിനിമയുടെ പുറകെ പോയി. പിന്നെ അവൻ പറഞ്ഞു അത് വേണ്ട, കമ്പ്യൂട്ടർ സയൻസിൽ ക്ലാസ്സിൽ പോവുകയും സിനിമയ്ക്ക് പോവുകയും നടക്കില്ല, അതുകൊണ്ടത് ക്യാൻസൽ ചെയ്തിട്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് പഠിച്ചു. അല്ലാതെ ഞങ്ങളുടേതായ ഒരു നിർബന്ധം ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് ഒരിക്കലും മറ്റൊരാളാവാൻ പറ്റില്ലല്ലോ. നമ്മുടെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലാണ്. നമുക്ക് അവരെ ഒരു പരിധി വിട്ട് നമുക്ക് നമ്മളെപ്പോലെ ആക്കാൻ പറ്റില്ല. ഓരോ മക്കളും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ്. അവരെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കനുസരിച്ച് മാത്രമേ നമുക്ക് മക്കളുടെ കാര്യമായാലും നമ്മുടെ കാര്യമായാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മളൊരു വഴിയെ നീങ്ങുന്നു, ആ വഴിയെ അങ്ങോട്ട് ഒരു വഴി കാണിച്ചു തരുമ്പോൾ അങ്ങ് പോവുകയാണ്. നമ്മൾ ബലം പിടിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഇത്ര കാലത്തെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. ബലം പിടിക്കാതെ ദൈവം ചൂണ്ടുന്ന വഴിയെ സഞ്ചരിക്കുക. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഏകദേശം അതൊക്കെ തന്നെയാണ്. ആ വഴിയെ പോകാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. മകൻ്റെ കാര്യത്തിലായാലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, ആ നീക്കമാണ്. ഇപ്പം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുമ്പം ഞങ്ങളുടേതുപോലെ ഒരു ഉറപ്പുള്ള ഫീൽഡല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത്. കാരണം ദൈവത്തിന് അവനെക്കൊണ്ട് മറ്റേതോ ഒരു പദ്ധതിയാണുള്ളത്, അത് നടപ്പാകട്ടെ എന്ന് തീരുമാനിച്ചു. ലിസി സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ അവൻ്റെ ഒരു നിർബന്ധിച്ചൊരു വഴിയെ വിട്ടതില്ല. അവൻ പറഞ്ഞ് എനിക്ക് ബിടെക്കിനേക്കാൾ മോർ കംഫർട്ട്, താല്പര്യം ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നത് മുഴുവൻ വെറുതെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ഈസ് BSc കോഴ്സ്. അപ്പോൾ ഇത് കഴിഞ്ഞ് പുറത്ത് അമേരിക്കയിൽ വല്ല 2 കൊല്ലം PG കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഡിജിറ്റൽ ഫിലിമാണ് അവൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് തന്നെയാണ്. അപ്പം കഴിഞ്ഞ 10 വർഷം ഞാനും ഏതാണ്ട് നിന്ന ഒരു ഫീൽഡ് അത് തന്നെയാണ്. MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി സാറ് ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് യൂണിവേഴ്സിറ്റിക്ക് സാറായിട്ട് വരുത്തിയത്? ഞാൻ ചാർജ് ഏൽക്കുന്ന സമയത്ത് ഒട്ടനവധി പരാതികൾ, നെഗറ്റീവുകൾ
ആണ് യൂണിവേഴ്സിറ്റിക്ക് നേരെ പൊതുസമൂഹം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും മീഡിയയും ഒട്ടനവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാന ആരോപണങ്ങൾ 3 എണ്ണമാണ്. 1, കോഴ്സ് സമയത്ത് തീരുന്നില്ല. 2, പരീക്ഷ സമയത്ത് നടക്കുന്നില്ല. 3, റിസൾട്ട് കൊടുക്കുന്നില്ല. എൻ്റെ വ്യക്തിപരമായ കഴിവുകൊണ്ടല്ല, പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചാണ് ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത്. രാവിലെ പോകുന്നതിന് മുമ്പ്, യൂണിവേഴ്സിറ്റി കയറുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റിയും അവിടുത്തെ ജീവനക്കാരെയും അഫിലിയേറ്റഡ് കോളേജുകളെ, അവിടുത്തെ വിദ്യാർത്ഥികളെ, അധ്യാപകരെയും എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുള്ള ഒരു പ്രവർത്തനമാണ്. ഇപ്പോൾ രാവിലെ കയറിയാൽ വൈകിട്ടൊരു 8-9 വരെയും പിന്നെ മറ്റൊരു ലോകത്താണ്. 3 കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, 1, കോഴ്സുകൾ സമയത്ത് തീർക്കുക എന്നുള്ളത് സാധിച്ചു. കോഴ്സുകൾ കൺട്രോളിലായി. ഇപ്പം തീരേണ്ടിയ കോഴ്സ്, സമയത്ത് തീരേണ്ടിയ കോഴ്സുകൾ സത്യത്തിൽ ഡിഗ്രിയുടെ 6ാം സെമ്മും PGയുടെ 4ാം സെമ്മുമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് രണ്ടും സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ നല്ല കൺട്രോളിലാണ്. എപ്പോൾ തീരുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. എന്ന് പരീക്ഷ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. പരീക്ഷകൾ വന്ന ദിവസം മുതൽ നിരന്തരമായ മീറ്റിങ്ങുകളിലൂടെ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റി. ഇപ്പം പ്രോ വൈസ് ചാൻസലറുണ്ട്, രജിസ്ട്രാറുണ്ട്, കൺട്രോളർ ഓഫ് എക്സാമിനേഷനുണ്ട്, ഫിനാൻസ് ഓഫീസറുണ്ട്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, സിൻഡിക്കേറ്റിലെ എക്സാമിൻ്റെ കൺവീനർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, പരീക്ഷാഭവനിലെ ഉദ്യോഗസ്ഥന്മാർ, അവിടുത്തെ അസോസിയേഷൻ്റെ ഭാരവാഹികൾ, യൂണിയൻ്റെ ഭാരവാഹികൾ, അധ്യാപകർ. അപ്പം ഇത്രയും പേരെ ഒറ്റ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വിദ്യാർത്ഥികൾക്ക് ഫലപ്രദമായി റിസൾട്ട് കൊടുക്കാൻ, സേവനം അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ഒരു 3 മാസം കൊണ്ട് ഈ എല്ലാ ആളുകളെയും ഏകലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് ദൈവത്തിൻ്റെ ഒരു സഹായം കൊണ്ട്, കാരുണ്യം കൊണ്ട് സാധിച്ചു. അപ്പം പരീക്ഷ സമയത്ത് നടത്തി. 3ാമത്തെ തലവേദന എന്ന് പറയുന്നത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് അവിടെ ഇരുന്ന ആൻസർ ഷീറ്റുകളെ മുഴുവൻ നമ്മൾ സമയബന്ധിതമായി വാല്യൂ ചെയ്ത് ദൈവാനുഗ്രഹം കൊണ്ട് പുറത്തേക്ക് റിസൾട്ട് കൊടുത്തു. ഞാൻ ചുമതലയേറ്റതിന് ശേഷം ആണ് സത്യത്തിൽ ഒരു വലിയൊരു പരീക്ഷയുടെ തൊട്ട് മുമ്പിലാണ് നവംബർ മാസത്തിൽ നടത്തിയ പരീക്ഷ CBCSS UG 3ഉം 5ഉം സെം പരീക്ഷ നടത്തിക്കഴിഞ്ഞാൽ ഇത് വാല്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിൽ സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ക്യാമ്പ് നടത്തിയാൽ 9 ക്യാമ്പുകളിലായിട്ട് 1000 അധ്യാപകരാണ് വന്നുകൊണ്ടിരുന്നത്. കാരണം ക്ലാസ് നടക്കും. അപ്പോൾ ഒരു ഉറച്ച നിലപാടെടുത്തു. 2 ആഴ്ചത്തേക്ക് എല്ലാ കോളേജുകളും UG അടയ്ക്കണം. ആദ്യം ഒരുപാട് റെസിസ്റ്റൻസ് വന്നു, മാനേജ്മെൻറ്റ് തലത്തിൽ നിന്ന് വന്നു, അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വന്നു. പ്രിൻസിപ്പൾമാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി കാര്യം പറഞ്ഞു, പിള്ളേരുടെ റിസൾട്ട് കൊടുക്കുക. കാരണം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ മാന്ത്രികമായിട്ടുള്ള പോംവഴികളൊന്നുമില്ല, കോളേജ് അടച്ചേ പറ്റൂ. 2 ആഴ്ച കോളേജ് അടച്ചിട്ടു. എല്ലാ UG പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും വാല്യുവേഷൻ ക്യാമ്പിൽ വരണമെന്ന് പറഞ്ഞു. 6800 അധ്യാപകർ 9 ക്യാമ്പിലായിട്ട് പങ്കെടുത്തു. ഓരോ ക്യാമ്പിനും ഓരോ സിൻഡിക്കേറ്റ് അംഗം കൺവീനറായി ചുമതലയേറ്റു. അതാത് പ്രിൻസിപ്പൾമാർ ഒരു വലിയൊരു ടീം വർക്കിൽ 12 ദിവസം കൊണ്ട് ഈ പറയുന്ന ഏതാണ്ട് 45,000 വിദ്യാർത്ഥികളുടെ 2 സെമ്മിൻ്റെ പേപ്പറുകൾ വാല്യൂ ചെയ്ത് മാർക്ക് ലിസ്റ്റായി. നല്ല ഒരു പശ്ചാത്തല അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സേവനം കൊടുക്കുന്ന ഒരു സ്ഥാപനമാക്കി ഇതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. അതിൻ്റെ ഒരു നടപടികൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സിവിൽ സർവീസിൽ കേരളത്തിൻ്റെ പ്രാതിനിധ്യം ഇപ്പോൾ കൂടി വരികയാണ്. സാറിന് അതിൻ്റെ പങ്കെന്താണ്? ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് സമീപകാലത്ത് മലയാളികൾക്കൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. 1998 മുതൽ 2002 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് മലയാളികൾ ആരും തന്നെ ജയിച്ചില്ല. അപ്പോൾ ഒരു വർഷം 1000 പേര് കടന്നുകൂടുന്ന ഒരു പരീക്ഷ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ചങ്ങനാശ്ശേരി അന്ന് ആർച്ച് ബിഷപ്പായിരുന്ന പൗത്തിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ പാലായിൽ നിന്ന് ഔവന്യ പള്ളിക്കാപ്പറമ്പിൽ പിതാവും ചങ്ങനാശ്ശേരിയിൽ നിന്ന് വട്ടക്കുഴി പിതാവും ചേർന്ന് ഇവിടുത്തെ വികാരി ജനറൽ ഞാറലക്കാട്ടച്ഛനും ഞാനും അപ്പോൾ ഞങ്ങൾ ചേർന്നിട്ടൊരു സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ തീരുമാനമെടുത്തു. പാലായിൽ തുടങ്ങാമെന്ന് തീരുമാനമെടുത്തു. കാരണം അതിനു മുമ്പ് തന്നെ ഞാൻ 1-2 വിദ്യാർത്ഥികൾക്ക് IASനുള്ള ട്രെയിനിങ് കൊടുത്തവർ ജയിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെയും കൂടെ ഉൾപ്പെടുത്തി
എൻ്റെ കൂടെ നേതൃത്വത്തിലൊരു ചെറിയ തോതിലൊരു സ്ഥാപനം തുടങ്ങി 1998 3 വിദ്യാർത്ഥികളെ തുടക്കത്തിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2002 കേരളത്തിന് വലിയൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇപ്പോൾ ആറന്മുള MLA ആയിരുന്ന ശിവദാസൻ നായർ സാറിൻ്റെ മോള് അശ്വതി ഓൾ ഇന്ത്യ പരീക്ഷയിൽ 3ാം റാങ്കും പെൺകുട്ടികളിൽ 1ാം റാങ്കോടുകൂടി പുറത്തു വന്നു. അപ്പോൾ സത്യത്തിൽ അഭിമാനകരമായി വിജയിച്ച എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ്. അപ്പം അന്ന് മുതൽ നമ്മളൊരു കേരളത്തിൻ്റെ ഒരു ഒരു തിരിച്ചുവരവ് തുടങ്ങുകയാണ്. പിന്നീട് ഈ 15 വർഷം കൊണ്ട് 108 പേര് എൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ച് സിവിൽ സർവീസിലേക്ക് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ വീക്കെൻഡിൽ ഇവിടെ വന്ന് ഞാൻ ക്ലാസ് എടുക്കും. തിരുവനന്തപുരത്തായിരുന്നപ്പോഴും പാലായിൽ സിവിൽ സർവീസിൽ വന്ന് ശനി ഞായർ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കും. എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടെന്ന് പറയാവുന്ന തരത്തിൽ തിരുവനന്തപുരത്ത് വേറൊരു സെൻറ്റർ തുടങ്ങി, ലൂർദിൽ. അപ്പോൾ വർക്കിംഗ് ഡേയിൽ നൈറ്റിൽ അവിടെയും ക്ലാസ് എടുക്കും. അപ്പോൾ 2 ബാച്ച് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിലെ വലിയൊരു നേട്ടമാണ്. ഏതാണ്ട് 42 IASകാർ, 38 IPSകാർ, 18 IFSകാർ. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും സെൻട്രൽ സെക്രട്ടേറിയറ്റിലും സ്റ്റുഡൻസ് ഉണ്ട്. അത് അവർ വിജയിച്ചതും വലിയ ശ്രദ്ധിക്കപ്പെടുന്ന വിജയമാണ്. 2012 കേരളത്തിൽ തന്നെ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കേരളത്തിലായിരുന്നു ഹരിത, എൻ്റെ സ്റ്റുഡൻ്റാണ്. 4th റാങ്ക് വന്ന ഡോക്ടർ അൽബി എൻ്റെ സ്റ്റുഡൻ്റാണ്. അതിനു മുമ്പ് ഒരു അനുപമ TV, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിട്ടിരിക്കുന്ന അനുപമ 2006 ബാച്ചിലെ എൻ്റെ സ്റ്റുഡൻ്റാണ്, ഓൾ ഇന്ത്യ 4th റാങ്കാണ്. പിന്നെ ഒരു സുജ ഓൾ ഇന്ത്യ 4th റാങ്ക്. അപ്പോൾ ഇവരെല്ലാം ഹരിത പറഞ്ഞു. അപ്പം ഇങ്ങനെ ഈ 50-ന് മുകളിൽ റാങ്കോടുകൂടി വിജയിച്ച് സത്യത്തിൽ ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമുള്ളതും തമിഴ്നാട്ടിലുള്ള നമ്മുടെ അതിർത്തി ജില്ലകളിൽ മുഴുവൻ ഇരിക്കുന്നത് സ്റ്റുഡൻസാണ്. ഒരറ്റം മുതൽ നോക്കിക്കഴിഞ്ഞാൽ 6 കളക്ടർമാർ സ്റ്റുഡൻസാണ്. കർണാടകത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന 4 കളക്ടർമാർ, നമ്മുടെ അതിർത്തി ജില്ലകളിൽ ഇരിക്കുന്ന 4 കളക്ടർമാർ സ്റ്റുഡൻസാണ്. പിന്നെ എവിടെ ചെന്നാലും ഛത്തീസ്ഗഡോ ഉത്തരാഞ്ചൽ എവിടെ ചെന്നാലും സിറ്റി പോലീസ് കമ്മീഷണർമാരായിട്ടിരിക്കുന്നത് സ്റ്റുഡൻസാണ്. അപ്പോൾ ഇത്രയും മലയാളികളെ നമ്മൾ ഈ ഒരു പ്രത്യേക ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് അപ്രാപ്യമായിരുന്നുവെന്ന് പറഞ്ഞിരുന്ന സിവിൽ സർവീസ് ഒന്ന് തിരിച്ചു പിടിക്കുന്നതിന് സാധിച്ചു എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതി. ഇത്രയും 108 പേരെ ഇത്ര IASകാരെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് വൈസ് ചാൻസലറായി സ്ഥാനമേറ്റ അന്ന് ഞാൻ മറ്റ് സ്ഥാപനങ്ങളിലെ അധ്യാപകൻ്റെ ജോലി ഉപേക്ഷിച്ചു. നിയമം അനുസരിച്ച് മറ്റൊരു അഫിലിയേഷനും അസോസിയേഷനും പാടില്ല, പ്യുവർലി ഫോർ ദിസ് കോസ്. അപ്പം ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു സങ്കടം ഉണ്ട്. ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേ തൊഴിൽ തിരിച്ച് വീണ്ടും സേവനമനുഷ്ഠിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. സാറിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ പ്രാർത്ഥനയോടെയാണെന്ന് സാർ പറഞ്ഞു, അവസാനിപ്പിക്കുന്നതും പ്രാർത്ഥനയോടെയാണ്. അപ്പോൾ വീട്ടിലെ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ്? കുടുംബ പ്രാർത്ഥന സാറുള്ളപ്പോൾ ഞാനും കൂടെ ചെല്ലും. സാറില്ലെങ്കിൽ ഞാൻ തന്നെ ചെല്ലും. കൊന്ത ചെല്ലാതെ ഇരിക്കില്ല. പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങൾ ഉടനെ കൊന്ത ചെല്ലാറുണ്ട്. മനസ്സങ്ങനെ കൊന്തയിൽ അർപ്പിച്ചിരിക്കുന്ന സമയത്ത് നമുക്കതിൽ നിന്നൊരു റിലീഫ് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇന്നത്തെ ഈ യുവതലമുറയ്ക്ക് സാറിന് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ? യുവതലമുറയോട് പറയാറുള്ള, യുവതലമുറ കുറേ കാര്യങ്ങളിൽ ഈ അറിവിൻ്റെ മേഖലകളിൽ, നോളജിൻ്റെ മേഖലകളിൽ ഒക്കെ ഒരുപാട് മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോകുമ്പോഴും അവരുടെ ഈ അടിത്തറ ശക്തമായ എന്താ പറയുന്ന, ഏതു പരാജയം ജീവിതത്തിൽ വന്നാലും, ഏത് വെല്ലുവിളി വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കുവാൻ പലപ്പോഴും ഒരു ചാഞ്ചല്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു ജീവിതത്തിൻ്റെ മൂല്യങ്ങൾക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥന നമ്മൾ ഈ ബാല്യത്തിൽ പ്രാർത്ഥന നൽകുന്നത് ഒരു ഉത്സാഹമാണ്. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന പ്രാർത്ഥനയെ നമ്മൾ വളരെ റിലീജിയസ് ബേസിലല്ലാതെ അതിൻ്റെ സ്പിരിച്വൽ ബേസിൽ നമ്മൾ നോക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ബാല്യത്തിൽ ഉത്സാഹവും യൗവനത്തിൽ ആശ്രയവും വാർദ്ധക്യത്തിൽ സമാധാനവുമാണ് പ്രാർത്ഥന നൽകുന്നത്. അപ്പം 3 മേഖലകളിലും പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ഒരു വലിയ റോളുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾ പറയുന്നു പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ എണീക്കാൻ സാധിക്കുന്നില്ല, മടിയാണ്. അപ്പോൾ ഇത് ഉത്സാഹക്കുറവിൻ്റെ ഒരു ലക്ഷണമാണ്. അത് സത്യത്തിലൊരു പ്രാർത്ഥനയുടെ അഭാവമാണ്. അപ്പോൾ പ്രാർത്ഥന നൽകുന്ന ഒരു ഊർജ്ജമുണ്ട്.
ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിന് ഉള്ള ഒരു ഊർജം എപ്പോഴും, ഉത്സാഹം നൽകുന്നത് എപ്പോഴും പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥന നൽകുന്ന ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയും ജീവിതത്തിൻ്റെ ഓരോ ദിവസവും മുമ്പോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും സ്വപ്നം കാണുന്നതിലും ഒക്കെ അപ്പുറത്തേക്ക് ജീവിതം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് ആ ഉത്സാഹം, ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ചുവടും മുമ്പോട്ട് വച്ച് ഉയരങ്ങളിലേക്ക് പോകുന്നതിന് നമ്മുടെ യുവതലമുറ ഒരു ഉറച്ച തീരുമാനമെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് യുവതലമുറയോട് ഏക ഒരു അപേക്ഷ ഉള്ളത്. ഇത്രയും നേരവും ജീസസ് ദ CEO എന്ന പ്രോഗ്രാമിലൂടെ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആത്മീയമായി നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്ത ബാബു സാറിനും കുടുംബത്തിനും ഷാലോം TVയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.